ഏതൊരു ഇന്ത്യക്കാരൻ്റെ മനസ്സിലും ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആദ്യം മനസ്സിൽ വരുന്ന ഒരു മോഡലാണ് മേഴ്സിഡീസ് ബെൻസ്. മേഴ്സിഡീസ് ബെൻസിന് തന്നെ ഈ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മേഴ്സിഡീസ് ബെൻസിന്റെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഒരു മോഡൽ കൂടിയാണ് മേഴ്സിഡീസ് ബെൻസ് ഇ ക്ലാസ്. എന്തിന് എ ക്ലാസ് എൻട്രി ലെവൽ മോഡലായ എ ക്ലാസ് ഉണ്ടായിട്ട് പോലും ആൾക്കാർ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഇ ക്ലാസ് ആണ്. കാരണം ഒരു മേഴ്സിഡീസ് ബെൻസിൻ്റെതായ വലിപ്പവും ആ ഒരു ഗാംഭീര്യവും ആ ഒരു പെർഫോമൻസും കംഫർട്ടും എല്ലാം ഒത്തിണങ്ങിയ ഫുള്ളി ഫീച്ചറിലായിട്ടുള്ളൊരു വാഹനമാണ് മേഴ്സിഡീസ് ബെൻസ് ഇ ക്ലാസ്. ഇന്ന് നമ്മളൊരു ഇ ക്ലാസിൻ്റെ വില തിരക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 1 crore അടുപ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നും ബെൻസ് എന്ന സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എന്നും മനസ്സിൽ മാത്രം കിടക്കും, ഒരിക്കലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നൊരു യൂസ്ഡ് ബൈ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കിഡ്ലം ബെൻസ് ഒരു കിയ സെൽട്ടോസിൻ്റെയോ അല്ലെങ്കിൽ ഒരു സോണറ്റിൻ്റെയോ ഒക്കെ പ്രൈസിൽ നിങ്ങൾക്ക് മേഴ്സിഡീസ് ബെൻസ് വാങ്ങിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞ് എല്ലാവരും ചാടിക്കയറി മേടിക്കരുത്. ഇത് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ മാത്രം, ഇതിൻ്റെ മെയിൻ്റെനൻസ് വന്നാൽ താങ്ങാം, ഇത് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, ഇതിൻ്റെ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങൾ എടുക്കാവുള്ളൂ. നമ്മളൊരു കിയ സെൽട്ടോസ് മേടിച്ച് പുതിയൊരു വാഹനം മേടിച്ച് വളരെ പീസ് ഓഫ് മൈൻഡായിട്ട് ഓടിച്ചുണ്ടാക്കുന്ന ഒരു രീതിയല്ല. ബെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലെവലിൽ എപ്പോഴും ചിന്തിക്കാവുള്ളൂ. ആനയെ വാങ്ങിക്കാം, പക്ഷേ തൊഴുത്തി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ബെൻസ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ പൈസയും കൂടി നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതണം. അപ്പോൾ നമുക്ക് ഇവനെ ഇന്നൊന്ന് അടുത്ത് പരിചയപ്പെടാം. ഇത് വെറുതെ ഒരു മേഴ്സിഡീസ് ഇ ക്ലാസ് അല്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷറിയിലോട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ചുവടെടുത്ത് വെക്കുന്നത്. അപ്പം വെക്കുമ്പോൾ ഒരു കിഡ്ലം മോഡൽ തന്നെ വേണ്ടേ. ഇത് E63 AMG കിറ്റ് കയറ്റിയ ഒരു മോഡലാണ്. അപ്പം ഇ ക്ലാസ് തന്നെ അതിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 2013 സംഭവിച്ചൊരു ഫേസ് ലിഫ്റ്റഡ് മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് അന്നത്തെ ലോഞ്ച് എഡീഷനാണ്. കാരണം 2013 ലാസ്റ്റോട് കൂടിയാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വാഹനത്തിന് സംഭവിച്ചത്. അതിന് മുമ്പ് തന്നെ ഡ്യുവൽ ലൈറ്റ് വരുന്ന മോഡലായിരുന്നു. ഇത് സിംഗിൾ ലൈറ്റ് വരുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം കാണുമ്പോഴും ഒരു പുതുമ ഫീൽ ചെയ്യും. ഒരു 10 കൊല്ലം മുമ്പുള്ള ഡിസൈനുള്ള ലാംഗ്വേജ് ഉള്ളൊരു വാഹനമല്ല ഇത്. ഇപ്പം കാണുമ്പോഴും നമുക്ക് ആ ഒരു ടിപ്പിക്കൽ ബെൻസിൻ്റെതായ ഒരു രൂപം നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു 2023 മോഡൽ കൊണ്ടിട്ടാലും ഇത് കൊണ്ടിട്ടാലും രണ്ടും ലുക്ക് വൈസ് കട്ടൊക്കെ പിടിക്കും എന്നുള്ള കാര്യമാണ്. ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് വൈസ്. പിന്നെ പ്രത്യേകിച്ച് ഇത് AMG കിറ്റ് കയറ്റിയ ഒരു മോഡലായതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഗ്രില്ല്, ബമ്പർ, സൈഡ് സ്കേർട്ട്, ബാക്കിൽ നമ്മുടെ ബൂട്ടിൽ വരുന്ന ലിപ് സ്പോയിലർ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കിടിലമായിട്ടുള്ള നമ്മളൊരു പുതിയ ഓൾട്ടോ വാങ്ങിക്കുന്നതിൻ്റെ പൈസയോ ഇതിൻ്റെ 4 അലോയ്ക്ക്. അപ്പോൾ അത്രയും കിടിലം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള അലോയ് വീലും ഒക്കെ കയറ്റി ഒരു കിടിലം മുതൽ തന്നെയാണെന്നാണ് പറയേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ ആ ഒരു സ്റ്റാർ ലോഗോ മേഴ്സിഡീസ് ബെൻസിൻ്റെ നമുക്ക് ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ നമുക്കുണ്ട്. ഇതിൽ പഞ്ചിങ് ആണ് വരുന്നത്, പുതിയ വാഹനങ്ങൾ വരുന്ന പോലെ തന്നെ. പിന്നെ മേഴ്സിഡീസ് ബെൻസിൻ്റെ വളരെ വലിയൊരു ലോഗോ ഉണ്ടാവും, ഒരു കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുണ്ട്, സ്റ്റാർ ലോഗോ, അതും ഭംഗിയായിട്ടുണ്ട്. പിന്നെ AMG എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. എയർ ഡാമും കാര്യങ്ങളും അവിടെ സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഒരു പീസും എല്ലാം കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ അറിയാം എത്രത്തോളം ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. കാരണം ഞാൻ ഈ അടുത്തിടെ ഇത്രയും ലെങ്ത് ഉള്ളൊരു വാഹനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൈലക്സ് ആയിരിക്കും ഓടിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ വാഹനമാണ് ഓടിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ലെങ്ത് ഉള്ളൊരു വാഹനമാണ് മേഴ്സിഡീസ് ബെൻസിൻ്റെ ഇ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കുക ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ക്യാരക്ടർ ലൈനായാലും ചുറ്റും പോകുന്ന ആ ഒരു ഷോൾഡർ ലൈനായാലും എല്ലാം ഭംഗി തന്നെയാണ്. പിന്നെ ആ AMG കിറ്റ് കൊട്ടിക്കൊണ്ട് തന്നെ റണ്ണിങ് ബോളിൻ്റെ മേളിലായിട്ട് ആ ഒരു സൈഡ് സ്കേർട്ടിങ് കൂടി വരുമ്പോൾ കിടിലം എന്നേ പറയാനുള്ളൂ. പിന്നെ അലോയ് വീൽ 18 ഇഞ്ച് അലോയ് വീലാണ് കിടക്കുന്നത്, അതും ഭംഗിയായിട്ടുണ്ട്. അതും ഒരു ലോ പ്രൊഫൈൽ ടയറും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു ഫീൽ എന്താ ഒരു ലോവർ ചെയ്തിരിക്കുന്ന ഒരു ഫീലും തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ ഒരു ഫുൾ സൈസ് സെഡാൻ്റെതായ എല്ലാ രൂപഭാവവും എന്നാണ് പറയേണ്ടത്. അതിമനോഹരം എന്നല്ലാതെ ഇതിനെപ്പറ്റി മറ്റൊരു വാക്ക് എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിനി റിയർ സൈഡിൽ പോയിട്ട് അവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിയർ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് ആ ഫുൾ സൈസ് സെഡാൻ്റെതായ രൂപം എന്നാണ് പറയാനുള്ളത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം ഈ AMG കിറ്റിൽ വരുന്ന ഈ ഒരു ലിപ് സ്പോയിലർ തന്നെയാണ്, അതും ഭംഗിയായിട്ടുണ്ട്. AMG എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാം. സാധാരണ നോർമൽ ഈ ക്ലാസ്സിൽ വരുന്നത് ഇവിടെ CDI എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെ E250 എന്നുള്ള ബാഡ്ജിങ്ങാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇത് E250 ആണ് വരുന്നത്. E220 ഉണ്ട്, E350 ഉണ്ട്. E350 എന്ന് പറയുമ്പോൾ 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. കൂടുതൽ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് സംസാരിക്കാം. നമുക്കിപ്പോൾ റിയർ ഡിസൈനെ പറ്റി പറയാം. റിയർ ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 2013 ഈ ക്ലാസ്സിന് സംഭവിച്ചൊരു ഫേസ് ലിഫ്റ്റ് ആണ്. അതിൽ അതിമനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും. കാരണം ആ ഒരു ഫേസ് ലിഫ്റ്റ് വളരെ മൈനറായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ കൂടി ഈ ഒരു ടെയിൽ ലാമ്പൊക്കെ ഇപ്പോഴും നമുക്ക് ആ ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഫുള്ളൊരു റെഡ് കളറാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ ഇവിടെ ഒരു വൈറ്റ് തീമൊക്കെ വന്ന് ഒരു എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റ് ആയൊരു ഫീൽ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു മോഡേൺ ലുക്കാണെന്നാണ് പറയേണ്ടത്. പിന്നെ അത് ഡിഫ്യൂസർ സംഭവങ്ങളും സ്കേർട്ടിങ്ങും പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതും AMG കിറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് പറയേണ്ടത്. മേഴ്സിഡീസിൻ്റെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു സെഡാനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. നോക്കി
ഉണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസും കൂടെ നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ ഒരു ബെൻസൊക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സംഭവമാണ് ഫീച്ചേഴ്സ്. ഇനി ഫീച്ചേഴ്സിൻ്റെ ധാരാളത്തം കാണാനായിട്ട് നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെഴ്സിഡീസ് ബെൻസ് ഈ ക്ലാസ്സിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടോടനെ ബെൽറ്റ് ഒന്ന് നമ്മളെ ചേർത്ത് പിടിക്കും. അപ്പം തന്നെ നമുക്ക് ആ ഒരു ലക്ഷറി വാഹനം വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു സേഫ്റ്റി ഫീൽ ബോധിപ്പിക്കുന്ന രീതിയിലാണ് അതൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സാണ് ഈ ക്ലാസ്സിനുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻട്രി ലെവൽ മോഡലായ എ ക്ലാസ് ആരും ചൂസ് ചെയ്യാതെ ഈ ക്ലാസ്സിലോട്ട് മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടാണ്. പിന്നെ വളരെ സ്പേഷ്യസ് ആണ്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റും എന്തിന് ഹെഡ് റെസ്റ്റ് വരെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് മെഴ്സിഡീസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് മെമ്മറി ഫംഗ്ഷന് 3 തരത്തിൽ നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു പ്രീമിയം ടച്ച് ഒക്കെ വളരെ രസമുള്ളൊരു സംഭവമാണ്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ അവിടെ കാണാം. അതിലും ധാരാളം ഇൻഫർമേഷൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രീമിയം വാഹനത്തിൽ കാണാറുള്ള പോലെ തന്നെ ഒരു ക്ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള AC ആണ് വരുന്നത്. പിന്നെ ഈ ഒരു E250 തന്നെ ഫുൾ ഓപ്ഷൻ്റെ പ്രത്യേകതയാണ് പനോരമിക് സൺറൂഫ്. അത് നമുക്ക് സിംഗിൾ പ്ലെയിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളെങ്കിൽ ഒരു പനോരമിക് ഫീല് നമുക്ക് കിട്ടും. ബാക്ക് സൈഡിലിരിക്കുന്നവർക്കും സൺറൂഫിൻ്റെ ഒരു പ്രയോജനം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇന്റീരിയർ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബീച്ച് ബ്രൗൺ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രീമിയം വാഹനത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു പ്ലസൻറ്റ് ഇന്റീരിയർ ആണ് നമുക്ക് ഇഷ്ടപ്പെടാറ്. എങ്കിൽ കൂടി ഇതിനൊരു ഓപ്ഷൻ ഉള്ളത് ബ്ലാക്ക് ഇന്റീരിയർ നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ 3 സോണായിട്ട് തിരിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ മീറ്റർ, ഫ്യുവൽ ഗേജ്, സ്പീഡോ മീറ്റർ, RP മീറ്റർ തുടങ്ങിയ ഫംഗ്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗിയർ ഇൻഡിക്കേഷൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാം. പിന്നെ എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു തരത്തിൽ അവിടെ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കും. പിന്നെ ജർമ്മൻ വാഹനങ്ങളിൽ കാണാറുള്ള പോലെ തന്നെ ലൈറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ പാഡിലും നമുക്ക് ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ്റെ കൺട്രോളും ആ ഒരു പവർ വിൻഡോയുടെ കൺട്രോൾസൊക്കെ കാണാം. പിന്നെ ഗിയർ സെലക്ടർ വരുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ പോർഷനിലാണ് നോർമൽ വാഹനങ്ങൾ കാണാറുള്ള പോലെ തന്നെ. അത് ഈ ഒരു തരത്തിൽ കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഈ ക്ലാസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് മുമ്പായിട്ട് നമ്മൾ നോർമൽ വാഹനങ്ങളെ കാണാറുള്ള പോലെ തന്നെ ഈ ഒരു പോർഷനിലായിരുന്നു ഗിയർ സെലക്ടർ വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ മെഴ്സിഡീസിലെല്ലാം കാണാറുള്ളത് ഈ ഒരു തരത്തിലാണ് ഗിയർ സെലക്ടർ വരുന്നത്. നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഡ്രൈവിൻ്റെ സമയത്ത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ സൺവൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ മിറേഴ്സും ലൈറ്റും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല രാത്രി സമയത്ത് ഒരു പ്രീമിയം ഫീൽ ലഭിക്കാനായിട്ട് ആംബിയൻ ലൈറ്റിങ്ങും ഡോർ പാഡിലും ഡാഷ്ബോർഡിലും മൊത്തത്തിലായിട്ട് ആംബിയൻ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് റിമോട്ടും നമ്മുടെ ആംബിയൻസിനനുസരിച്ച് അതൊക്കെ സെലക്ട് ചെയ്തിടാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇതിനകത്ത്. പിന്നെ ലെതർ സീറ്റാണ് വരുന്നത്. അതും വളരെ കംഫർട്ടബിൾ ആണ്. അതും ഡ്രൈവർക്ക് ലോങ് റൈഡൊക്കെ പോകാൻ നേരത്ത് ഇവിടെ നിന്ന് കുഷ്യൻ നടുവിനൊരു സപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ കുഷ്യൻ ഉയർത്താം. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിടിലം മ്യൂസിക് സിസ്റ്റം ആണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. 8 എയർ ബാഗ് ആണ് സുരക്ഷയുടെ കാര്യത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മൈന്യൂട്ടായിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ നോക്കാം. ഒരു ഈ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അധികം നോക്കേണ്ട ഭാഗം അതിൻ്റെ റിയർ സീറ്റാണ്. കാരണം ഇത്രയധികം വീൽ ബേസ് വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്കാണ് എപ്പോഴും മെഴ്സിഡീസ് ബെൻസ് ഒരു പടി മേളിൽ കംഫർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ്. റിയർ സീറ്റിലിരിക്കുമ്പോഴും നമുക്ക് കംഫർട്ടിന് ഒരു കുറവും വരുത്തുന്നില്ല. ഇവിടെ നമുക്ക് ഒരു മീഡിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണാം. USB കണക്ട് ചെയ്ത് നമുക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഇപ്പം 4 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന 2 പേർക്കും 2 സിനിമയൊക്കെ കണ്ട് സുഖമായിട്ട് അങ്ങ് പോകാം. ആ ഒരു B പില്ലറിലും AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫാൻ സ്പീഡും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫംഗ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് ലൈറ്ററും കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മുതലാളിമാരൊക്കെ ഇരുന്ന സീറ്റാണ് ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫീലൊന്നും വേറെ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സൊക്കെ പല വഴിക്കുന്നാണ് ചാടി വരുന്നത്. ഇവിടെ എന്തെങ്കിലും സാധനമൊക്കെ സ്റ്റോർ ചെയ്യാം. അതല്ല ഒന്നും വേണ്ടെങ്കിൽ സുഖമായിട്ട് കൈവച്ചിരിക്കുകയും ചെയ്യാം. പ്രധാനമായിട്ടും ഒരു 4 സീറ്ററായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഒരു അരമതിൽ കെട്ടിവെച്ച പോലത്തെ അത്രയും വലിയൊരു ഫൗണ്ടേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷനിലെ സെൻറ്റർ ടണലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിയർ സീറ്റ് ഒരു രക്ഷയില്ല. സൺ ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫുൾ ഓപ്ഷൻ ഈ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതെ ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ സൺറൂഫ് വരുന്നത്. പനോരമിക് ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഡോർ പാഡ് നോക്കുവാണെങ്കിലും അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഒന്നും ഇല്ലെങ്കിലും വലിയൊരു സ്പീക്കറും ആ ഒരു സൺ ബ്ലൈൻഡും കാര്യങ്ങളും ഹാൻഡ് റെസ്റ്റും എല്ലാം കാണാം. അതും ഭംഗിയായിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. മെഴ്സിഡീസ് ബെൻസിൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഏകദേശം 204 PS പവർ 500 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്.
നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ഒരു പ്രീമിയം സെഗ്മെന്റ് വരുന്ന വാഹനത്തിനൊന്നും മൈലേജ് കാണത്തില്ല, എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഭയങ്കര ഡീസൽ കൂടിയായിരിക്കുമോ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത് 20 മേളിലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ദിവസമായിട്ട് ഈ വാഹനം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു വാഹനമാണെങ്കിലും നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. ടേണിംഗ് റേഡിയസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഗിയർ സെലക്ടറൊക്കെ വെച്ചിരിക്കുന്ന ഒരു പ്ലേസ്മെൻ്റ് ആയാലും ഒക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ റിയർ വീൽ ഡ്രൈവ് സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവറും ഇത്രയും ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം, നമ്മളെ വലിച്ചോണ്ടൊരു പാച്ചിലാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അത്രത്തോളം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു മോഡൽ കൂടിയാണ്. ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്, 4 ഡിസ്ക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങളൊന്ന് സൂക്ഷിക്കണം, കാരണം ഇതുപോലുള്ള ഫുൾ സൈഡ് സെഡാനെ സംബന്ധിച്ച് എപ്പോഴും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ തന്നെയാണ്. ഇന്റർനാഷണൽ മോഡലല്ല, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എങ്കിലും വാഹനത്തിന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. കാല് കൊടുത്തു കഴിഞ്ഞാൽ പറന്നാണ് വണ്ടി കയറുന്നത്. അതും ഇപ്പൊ നമ്മൾ എക്കോ മോഡിലാണ് ഈ കാണിച്ച അംഗം മൊത്തം. ഇനി സ്പോർട്സ് മോഡിലോട്ട് ഇടുകയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ പെർഫോമൻസ് ആയിരിക്കും എന്നാണ് പറയേണ്ടത്. എക്കോ മോഡ് തന്നെ ധാരാളമാണ്. പിന്നെ സ്പോർട്സ് മോഡിലോട്ട് ഇട്ട് നമ്മൾ പാഡിൽ ലിഫ്റ്റും കൂടി യൂസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. അപ്പോൾ അത്രയൊക്കെയാണ് മെർസിഡീസ് ബെൻസിന്റെ ഡ്രൈവിനെ പറ്റി പറയാനുള്ളത്. അത് മാത്രമല്ല, ഇതിപ്പോൾ E250 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ക്ലാസ്സിന് തന്നെ പല എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. E220D ഉണ്ട്, പിന്നെ പെട്രോൾ എഞ്ചിൻ വരുന്ന മോഡലുണ്ട്. അത് മാത്രമല്ല E350 എന്ന് പറഞ്ഞ മോഡലുണ്ട്, അത് V6 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് മൈലേജ് കുറവും കുറച്ചുകൂടി മെയിൻ്റെനൻസ് ഒക്കെ കൂടുതലായിരിക്കും. കോമണായിട്ട് നമ്മൾ കാണാറുള്ള E250 ആണ് തന്നെ CDI മോഡലാണ് കൂടുതലും കാണാറുള്ളത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫ്രണ്ട്ലിയുമാണ്. അപ്പോൾ ഒരു ബെൻസിലോട്ടൊക്കെ ആദ്യമായിട്ട് ഒരു ലക്ഷറി ബ്രാൻഡിലോട്ടൊക്കെ ചുവട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പെർഫോമൻസ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും ലുക്ക് കൊണ്ടും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മോഡലായിരിക്കും മെർസിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊന്ന് വാഹനത്തുമായിട്ടൊന്ന് യൂസ്ഡ് ആയി വരുന്നവരെ നമുക്കൊരു ഐഡിയ ഒന്നും കിട്ടത്തില്ല. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പക്കയാണെന്നാണ് പറയേണ്ടത്. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓടിക്കാൻ വേണ്ട എല്ലാം ഉണ്ട്. പെർഫോമൻസ് ഉണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, പിന്നെ ഈ ഒരു മെയിൻ്റെനൻസ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ലക്ഷം, ഏകദേശം എക്സ് ഷോറൂം പ്രൈസ് തന്നെ ഈ വാഹനം ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 60 lakhs പോവാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് വന്നിട്ടിരുന്ന വാഹനം അതിൻ്റെ എന്താണ് ഒരു 1/3 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ല ഒരു 1/4 പ്രൈസിന് നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ അതിന് മെയിൻ്റെനൻസ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ആനയെ വാങ്ങിച്ചാൽ ആനയുടെ ആയ മെയിൻ്റെനൻസ് തീർച്ചയായിട്ടും ഇതിനുണ്ടാകും. അതൊക്കെ താങ്ങാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാം, അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു പ്രീമിയം വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുക എന്നുള്ള ഒരു ലക്ഷറി ബ്രാൻഡ്. അപ്പോൾ എന്തായാലും നമ്മൾ ബെൻസിൽ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പ്രീമിയം ബ്രാൻഡ്സ് റിവ്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. നമ്മുടെ ചെറിയൊരു ചാനലും ചെറിയൊരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് പല പ്രീമിയം ബ്രാൻഡ്സിൽ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിന്, നമ്മുടെ വ്യൂവേഴ്സിന് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ BMW, ബെൻസോ, ഓഡിയോ, ജാഗറോ ഏത് ലക്ഷറി ബ്രാൻഡായാലും നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആലപ്പുഴ, കൊല്ലം, കോട്ടയം, എറണാകുളം സൈഡിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നവർ, അത് നമുക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു പ്രീമിയം ബ്രാൻഡ്, അത് ലക്ഷറി ബ്രാൻഡ് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുമ്പോൾ കുറച്ച് സ്പെഷ്യാലിറ്റി കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അതൊന്നും നടന്നില്ല, പൊലിപ്പിക്കാനും പറ്റിയില്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഈ വീഡിയോ എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും മാരിക്കുളം തെക്ക് പഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ വീഡിയോ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വേറൊന്നുമില്ല. ഓക്കെ.